അടുത്ത് നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. പണിയൊന്നും ഇല്ലായിരിക്കാൻ തോന്നുന്നു. ചേട്ടാ ഇതെന്ത് ശർക്കര റൊട്ടിയാണോ? അല്ല, അയ്യോ, അത് മൈക്ക്. അത് മൈക്കോ? ആ, മൈക്ക്. ചെക്ക് ചെക്ക്. അതെല്ലാം കഴിഞ്ഞതാ കഴിഞ്ഞാണോ? ഞാൻ എന്താണ് പറയേണ്ടത്? ചേട്ടൻ എങ്ങനെയാണ് മനസ്സമാധാനം കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഒരു ദിവസം പണിയില്ലാതെ എങ്ങനെയാണ് തള്ളി നീക്കുന്നത്? ഞാന് വെറുതെ ഇരിക്കുമ്പോഴ് പശ ഉണ്ടല്ലോ, നമ്മുടെ എന്തേലും പശ അത് ഇങ്ങോട്ട് കയ്യിലോട്ടങ്ങ് പെരട്ടും, നന്നായിട്ടങ്ങ് പെരട്ടും, മൊത്തം അങ്ങ് പെരട്ടും. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല രസം. അപ്പൊ സമയം പോകും. കൊള്ളാം. അത് കൂടാതെ പിന്നെ ബഡ്സ് ഉണ്ടല്ലോ, നമ്മള് ചുമ്മാ എടുത്ത് ചെവി ഇടരുത്. ബഡ്സ് ഒന്ന് നനച്ചിട്ടൊന്ന് ഇടണം. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇടും, ഇങ്ങനെ കറക്കുക. നമ്മളിങ്ങനെ ആ ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു തണുപ്പ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഉണ്ടല്ലോ നമ്മള് അങ്ങനെ മെൽറ്റായി പോകും. അങ്ങനെ ഭയങ്കര സമാധാനം അത്. പിന്നെ നമ്മുടെ ഈ ഊപ്പുല്ലുണ്ടല്ലോ, ഉപ്പുപുല്ല്, ആ പുല്ലിന്റെ തുമ്പ് കുറ്റിയുണ്ടല്ലോ, അതെടുത്ത് മൂക്കിലോട്ട് ഇടും. എന്നിട്ട് തുമ്മും. ഭയങ്കര സമാധാനം തുമ്മിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ സമയം കളയാറുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്ത് സമയം കളയാറുണ്ട്. പിന്നെ ചേട്ടൻ ഫോൺ ഉപയോഗിക്കാറില്ല? ഇങ്ങനെ തോണ്ടി റീൽ ഇല്ല, കാണാറില്ല. ഫോൺ ഉപയോഗിക്കാറില്ല. എന്ത് പറ്റി? അത് ഫോൺ എടുത്തോണ്ടല്ലോ, ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഊപ്പ പിള്ളേര്, അങ്ങ് കല്യാണം കഴിച്ചു കളയോ. അപ്പൊ നമ്മളത് കാണുമ്പോ നമ്മളത് കാണുമ്പോ അതുകൊണ്ട് ഞാൻ ഫോൺ എറിഞ്ഞ് തല്ലിപ്പിടിച്ച് കളഞ്ഞു. അല്ല പിന്നെ അതുകൊണ്ട് ഞാൻ കാണാറില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ചേട്ടന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ശരി.